നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ പമ്പര വിഡ്ഢിയാക്കിയിരിക്കുകയാണ് US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന് പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ അകറ്റുക. അതിനെന്തൊക്കെയാണ് വഴികൾ? അത് ആവുന്നത്ര ട്രംപ് ചെയ്തുകൊണ്ടേയിരിക്കും. കൃത്യമായി ട്രംപ് പറയുന്നുണ്ട്, ഞങ്ങൾ പരിപൂർണമായി ഇന്ത്യയെ പിന്തുണയ്ക്കും. എത്ര നാള് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമോ, അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് നൽകണം, റഷ്യയുമായിട്ടുള്ള അതുപോലെ ഇറാനുമായിട്ടുള്ള ഒക്കെ സഹകരണം വെട്ടിച്ചുരുക്കണം എന്ന രീതിയിലേക്കാണ് അമേരിക്ക കർശനമായ നിർദ്ദേശങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണം BJP തുടങ്ങി വെച്ചതല്ല. നരേന്ദ്രമോദിയുടെ കഴിവുകൊണ്ടല്ല റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണം ഇത്രമേൽ ശക്തമായത്. ഇന്ത്യയുമായി കാലാകാലങ്ങളോളം അവിടെ ഏത് ഭരണാധികാരി വന്നാലും, അത് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന സമയത്ത് തന്നെ ഇന്ത്യയുമായി നല്ല രീതിയിൽ ബന്ധം സ്ഥാപിച്ച രാജ്യമാണ്. ഇന്ത്യയുമായി സഹകരണം എല്ലാ രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. കൃത്യമായി പറഞ്ഞാൽ രൊക്കം കാശ് കൊടുക്കാതെ തന്നെ വേണമെങ്കിൽ എണ്ണ കൊടുക്കുന്ന ഒരു രാജ്യം. വിശ്വസ്തതയുടെ രീതിയിലാണ് ഇറാന്റെ വ്യാപാരം. ആ ഇറാനെ കൃത്യമായി ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ കൃത്യമായി BJP അവലംബിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഉപയോഗവുമില്ലാത്ത ഇസ്രയേലിനെ പോലുള്ള രാജ്യങ്ങളെ എടുത്ത് തോളിൽ വലിക്കുന്നുണ്ടെങ്കിൽ, വഴി കിടക്കുന്ന വയ്യാവേലി മൊത്തം തലയിലെടുത്ത് വെച്ച് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഞെളിഞ്ഞ് സ്വയം വിഡ്ഢിവേഷം കിട്ടുന്ന കോമാളിയായി നരേന്ദ്രമോദി അധപ്പതിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായ സഹായം ഇനിയും ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമെന്ന രീതിയിൽ റഷ്യയുടെ വലിയ തോതിലുള്ള അപ്രീതി പിടിച്ചു പറ്റാനാണോ ശ്രമം എന്നുള്ള വലിയ ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ, അദ്ദേഹത്തെ ജനദ്രോഹി എന്നും ദേശദ്രോഹി എന്നും ഒക്കെ പറഞ്ഞ് നാട് കടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള പ്രസ്താവനയുമായി അമിത്ഷാ വരുന്നത്. അമിത്ഷായ്ക്ക് വിദേശകാര്യ നയമോ പ്രതിരോധത്തിനെ കുറിച്ചൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നുള്ളതാണ് സത്യം. അനാവശ്യമായി രാജ്നാഥ് സിംഗിൻ്റെ വകുപ്പിൽ കയറി ഇടപെട്ട് ചൊറിയലാണ് ഇപ്പോൾ അമിത്ഷായുടെ പ്രധാന ശൈലി. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങൾ പോലും നന്നായി പ്രായോഗികമായി അത് വീക്ഷിക്കാൻ കെൽപ്പില്ലാത്തൊരു വ്യക്തി കൃത്യമായും വിദേശ നയങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പ്രതിരോധ വകുപ്പിനെക്കുറിച്ചും വാചാലനാകുകയാണ്. എന്തിനാണ്? അതെല്ലാം പിടിച്ചെടുക്കാനാണോ? ഇനി ആഭ്യന്തരത്തിന് പുറമെ വിദേശ വകുപ്പും പ്രതിരോധ വകുപ്പും കൂടെ കൈവശം വേണമായിരിക്കും. അതിനായിരിക്കും അമിത്ഷാ ഇങ്ങനെ മുറവിളി കൂട്ടുന്നത് തോന്നുന്നു. ഏതായാലും ഇത് നല്ല ഒരു പോക്കല്ല. ഇത് ശരിയായ രീതിയിലുള്ള ദിശാബോധമല്ല. കൃത്യമായി പറഞ്ഞാൽ തെറ്റായ വഴിയിലൂടെ പോവുകയാണ്. അതല്ലെങ്കിൽ ട്രംപ് വഴിതെറ്റിക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനും ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയാണ്. എന്തിനാണ് ഈ ലോക യുദ്ധങ്ങളിലൊക്കെ ചെന്ന് ഇടപെടുന്നത്? ആയുധം അമേരിക്കയ്ക്ക് വിൽക്കണം, അമേരിക്ക സർപ്ലസായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആയുധങ്ങൾ വിൽക്കണം, അത്രയേ ഉള്ളൂ. ഇന്ത്യയുമായി അമേരിക്കയ്ക്ക് യാതൊരു രീതിയിലുള്ള ആത്മബന്ധവുമില്ല. അതേസമയം റഷ്യ അങ്ങനെയല്ല. ആ തിരിച്ചറിവ് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ പുടിനുമായി പല കാര്യങ്ങളിലും ബന്ധപ്പെടുകയും അതിനോടൊപ്പം തന്നെ അമേരിക്കയുടെയും അതുപോലെയുള്ള ചില രാജ്യങ്ങളുടെ, ഇസ്രായേൽ പോലുള്ള തെമ്മാടികളായിട്ടുള്ളവരുടെയും സഹായങ്ങൾ കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെന്ന് ഹസ്തദാനം ചെയ്ത് ഇസ്രായേൽ വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് കേട്ട് സംഖ്യകൾ ഇളവുമായിരിക്കും. ഈ രാജ്യം അത് കേട്ടിട്ട് വലിയ സുസ്ഥിരമായ കാര്യമാണ് ചെയ്തു വെച്ചതെന്ന് തോന്നത്തില്ല.